അപ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരുവിധമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചീപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല പല്ലകലുള്ള ചീപ്പ് ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ മുടി ഇങ്ങനെ ചീകിയെടുക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി വളർച്ച ഇരട്ടിയാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് PCOD തൈറോയ്ഡ് ഉള്ളവരാണെങ്കിൽ ആദ്യം നമ്മൾ നല്ലൊരു ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം മാത്രം മുടി കെയർ ചെയ്യുക. അല്ലാതെ നമ്മൾ മുടിയിൽ ഓയിലായാലും പാക്കായാലും ഇട്ടിട്ട് കാര്യമില്ല. മെഡിസിനോടൊപ്പം തന്നെ മുടി കെയർ ചെയ്തെങ്കിലാണ് ഉള്ള മുടി നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും ചെറിയ മുടി കിളിർത്ത് വരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഹെയർ കെയർ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ഹെയർക്കാർക്കും ചെയ്യാവുന്ന, ഡ്രൈ ഹെയർ ആയാലും ഓയിലി ഹെയർ ആയാലും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഒരു മഞ്ഞുകാലത്ത് നന്നായിട്ട് തന്നെ മുടി പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. കുറേയൊക്കെ നമ്മൾ മുടി നന്നായിട്ട് ഡ്രൈ ആവാതെ നോക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യുക, നല്ല ലൂസായിട്ട് കെട്ടി വയ്ക്കുക.